പുതിയതായി നഗരത്തിലെത്തുന്ന ഒരാളെ സംബന്ധിച്ചുണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകാനാണ് EndeCity.com ശ്രമിക്കുന്നത്. മറ്റേത് സ്റ്റാർട്ടപ്പ് കമ്പനികളെയും പോലെ ഇവർക്കും ഒരുപാട് സ്റ്റാർട്ടിംഗ് ട്രബിളുകൾ അനുഭവിക്കേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഡാറ്റ കളക്ഷൻ തന്നെയായിരുന്നു. ഇത്രയധികം സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുക എന്നത് ഒരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. ഇതൊക്കെ അതിജീവിക്കാൻ ഇവരുടെ ടീം വർക്കാണ് ഇവരെ സഹായിച്ചത്. EndeCity.com ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് സെർച്ച് എഞ്ചിനാണ്, ഒപ്പം ഒരു പ്രൊഫഷൻ ബേസ്ഡ് സെർച്ച് എഞ്ചിൻ കൂടിയാണ്. ഡോക്ടർ മുതൽ പ്ലംബർ, ഗാർഡനർ വരെയുള്ള ആളുകളുടെ നമ്പറുകൾ അടങ്ങിയ കൃത്യമായ വിവരങ്ങൾ EndeCity.comൽ ലഭ്യമാണ്. EndeCity സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു മേജർ സ്ട്രഗിൾ എന്ന് പറയുകയാണെങ്കിൽ നല്ല ഇറലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ കാര്യം. 6 മാസത്തോളം ഞങ്ങൾ ഡേറ്റ എൻട്രിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. അതും അത് റിലവൻറ്റും നല്ല ഇത് ശരിക്കും ഒറിജിനലുമായിട്ടുള്ള ഡേറ്റ ലഭിക്കാൻ വേണ്ടിയിട്ട്. ബിസിനസ് ഡേറ്റ എന്ന് പറയുമ്പോൾ ബിസിനസ് അഡ്രസ്, ഫോൺ നമ്പർ, ഇതൊക്കെ അത് നമുക്ക് ഇപ്പോൾ ഓൺലൈൻ തന്നെ പല സ്ഥലങ്ങളിലും അവൈലബിൾ ആയിരുന്നു. നമ്മൾ അതിൽ നിന്ന് ഒരു പടി കൂടെ കടന്നിട്ട്, അതായത് ഇപ്പം ഇതിപ്പോൾ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി കിട്ടുന്ന നല്ല ഹോട്ടൽസ് ഏതുണ്ടെന്ന് അറിയണമെങ്കിൽ ചിക്കൻ ബിരിയാണി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ അത് കിട്ടുന്ന അതായത് നല്ല ഹോട്ടൽസ് കിട്ടുന്ന രീതിയിൽ, അതായത് പ്രോഡക്റ്റ് ബേസ്ഡ്, ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ബേസ്ഡ് ഒരു സെർച്ച് എൻജിൻ അത് തന്നെയാണ് അത് ബിൽഡ് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഒരു പരിധി വരെ ഞങ്ങൾക്ക് ഇതുവരെ അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് സെർച്ച് സിസ്റ്റം അത് ഡെവലപ്പ് ചെയ്യുകയായിരുന്നു ഒരു ചലഞ്ച്. അത് ഞങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു മെയിൻ ചലഞ്ച് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽസിനെ കണ്ടുപിടിച്ച് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇതുവരെ ഓൺലൈനിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡേറ്റ തിരുവനന്തപുരം ബേസ് ചെയ്ത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അതിന് അനുസരിച്ച് ഈ ട്രിവാൻഡ്രത്ത് നമ്മുടെ പ്രൊഫഷണൽസിനെ കണ്ടുപിടിച്ച് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയായിരുന്നു. അതും ഞങ്ങൾ ഒരു പരിധി വരെ ഇതുവരെ വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഞങ്ങൾ ഇനിയും ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റാ ബേസ് കുറച്ചുകൂടെ വലിയൊരു ഡേറ്റാ ബേസ് ആക്കാൻ വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ അക്കൗണ്ടിങ്, ഫിനാൻസ്, ഈവൻ ഡെൻറ്റിസ്റ്റ് തൊട്ട് പ്ലംബേഴ്സ്, പ്ലാസ്റ്റിക് സർജൻസ്, അങ്ങനെ ഗാർഡനേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസിൽ നമ്മൾ പ്രൊഫഷണൽസിനെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കയറി അവരുടെ ഫോൺ നമ്പർ, ഡീറ്റെയിൽസ്, ഈവൻ റിവ്യൂസ്, നിങ്ങൾ ഒരാളുടെ സർവീസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ എഴുതാമെന്നുള്ളതാണ്. അത് അടുത്തൊരാൾ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് വളരെ സഹായമായിട്ട് ഭവിക്കും. ശരിക്കും ഈ രീതിക്കൊരു ഡേറ്റ ഗ്യാദർ ചെയ്യുന്നത് ശരിക്കും നല്ലൊരു സ്ട്രഗിളായിരുന്നു. അതിനി നമ്മൾ പുതിയ സിറ്റീസിൽ പോകുമ്പോൾ അവിടെയും ഉണ്ടായിരിക്കും, ഞങ്ങൾക്കറിയാം. ബട്ട് വി ലവ് വാട്ട് വി ആർ ഡൂയിങ്, സോ വി ആർ എൻജോയിങ് ഇറ്റ്. EndeCity.com is not just another portal. നമ്മൾ സോഷ്യൽ കോസസിനെയും കൂടെ ഹൈലൈറ്റ് ചെയ്ത് ലോക്കൽ ഫ്ലേവേർഡ് കോണ്ടൻറ്റിനെ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവും കൂടെയുണ്ട്. ട്രിവാൻഡ്രം എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി, ട്രിവാൻഡ്രത്തിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സും സോഷ്യൽ ഇഷ്യൂസ് പുറത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ മുമ്പിൽ കൊണ്ടുവരുന്നുമുണ്ട്. അതേപോലെ പബ്ലിക് ന്യൂസ് പോർട്ടൽസ് അല്ലെങ്കിൽ മീഡിയയിൽ വരാത്ത കുറേ കോണ്ടൻറ്റ് വിച്ച് ആർ സ്റ്റിൽ റെലവൻറ്റ്, അതിനെയും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ഇഷ്യൂസ് വിച്ച് ഡു നോട്ട് ഗെറ്റ് ഹൈലൈറ്റ്, നമുക്ക് അത് പുറത്ത് കൊണ്ടുവരാനുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. വി ആർ വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ്. ട്രിവാൻഡ്രത്തിന് ഡെവലപ്പ് ചെയ്ത ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സിറ്റീസ് ആക്കുക എന്നുള്ളത്. അപ്പം ലേറ്റസ്റ്റ് റീസെൻ്റ്ലി നമ്മൾ വിഴിഞ്ഞം ഒരു ബൈക്ക് റാലി ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ വിഴിഞ്ഞം ബൈക്ക് റാലിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ EndeCity.com വഴി പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വാട്ട്സ് യുണീക്ക് ഇസ് ദാറ്റ് EndeCity.comൻ്റെ ടീമിന് ഓൺലൈൻ പ്രൊമോഷൻ, മാർക്കറ്റിംഗ് skills and expertise ഉള്ളതുകൊണ്ട് we know how to promote businesses, we know how to promote social events and causes.
ഹായ്, എൻ്റെ പേര് അഭിഷേക്, ഇത് അനൂപ്, ഇത് അവിനാഷ്. നമ്മൾ ട്രിവാൻഡ്രം എന്നൊരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ ഇടയ്ക്ക് ട്രിവാൻഡ്രത്തിന് വേണ്ടി ഒരു റാലി നടത്തിയായിരുന്നു, ഒരു 2 വീലർ റാലി. വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ ആ റാലി നടത്തിയത്. നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു ഓൺലൈൻ പാർട്ട്ണറായിരുന്നു endacity.com. അപ്പോൾ അവർ നമുക്ക് ഫേസ്ബുക്കിലൂടെ മാക്സിമം പ്രൊമോഷൻസ് തന്നു. കൂടാതെ നമ്മുടെ ലോഗോ അവരാണ് ഡിസൈൻ ചെയ്തത്. endacity എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും നമുക്ക് അത് അതായത് ഒരു കമ്പ്യൂട്ടർ മാത്രമല്ല, നമ്മുടെ മൊബൈൽ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ മൊബൈലിന് വേണ്ടിയിട്ട് വേറെ ലേഔട്ടാണ്, വളരെ പെട്ടെന്ന് ലോഡ് ചെയ്യാവുന്ന രീതിയിൽ. endacity തന്നെ മൊബൈലിൽ അടിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലേഔട്ടാണ് വരിക. ഇപ്പോൾ ആരുടെ കയ്യിൽ, എല്ലാ സാധാരണക്കാരുടെ കയ്യിലുള്ളതാണ് ഒരു ഇൻ്റർനെറ്റ് എനേബിൾഡ് ഫോൺ എന്ന് പറയുന്നത്. അത് ഒരു സാധാരണ ഒരു ഇൻ്റർനെറ്റ് എനേബിൾഡ് ഫോണിൽ കൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അത് endacity-യിൽ വന്നു കഴിഞ്ഞാൽ ഡേറ്റ മീൻസ് ഒരു മൂവി റിവ്യൂസ് ആയാലും, അത് മൂവീസ് പ്ലേ ചെയ്യുന്ന സ്ഥലം, അത് ടൈമിംഗ്, പിന്നെ ഈവൻ എന്ത് വേണമെങ്കിലും റിയൽ ടൈം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇത് മാക്സിമം ഡേറ്റ ആക്സസിബിൾ ആക്കുക, എല്ലാവർക്കും സാധാരണക്കാർക്കും ഡേറ്റ മാക്സിമം ആക്സസിബിൾ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇത് തുടങ്ങിയത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു SMS പാർട്ട്ണറുമായിട്ട് ചേർന്നിട്ട്, അത് നിയർ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ഫീച്ചറാണ്. അത് SMS പാർട്ട്ണറായിട്ട് ഞങ്ങൾ ഒരു ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്തിട്ട് SMS വഴി തന്നെ endacity-യിലെ ഡേറ്റ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ബിസിനസ്, ഇപ്പോൾ ഫോൺ നമ്പർ ആയാലും, ഇതേപോലെ ഒരു പ്ലംബറിനെ നോക്കുന്നുണ്ട്. അപ്പോൾ പ്ലംബറിന് കുറച്ച് പ്ലംബേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പർ SMS ആയിട്ട് വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു സർവീസും നമ്മൾ ഉടൻ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായും ഇപ്പോൾ endacity കയറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരുവിധം endacity-യിലുള്ള ഫേസ്ബുക്ക് അപ്ഡേറ്റ്സ്, അത് ബിസിനസ്സിനെ പറ്റിയിട്ടായാലും സാധാരണ ഇവൻറ്റ്സ് നടക്കുന്നതായാലും എല്ലാം നമ്മുടെ ഫേസ്ബുക്ക് വഴി നമ്മൾ സ്ഥിരം വളരെ ആക്റ്റീവായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലിരുന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്താൽ തന്നെ ഒരു ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം അപ്ഡേറ്റ്സ്, ഇവൻറ്റ്സ്, മൂവി ഡീറ്റെയിൽസ്, മൂവി റിവ്യൂസ്, മൂവി എവിടെ പ്ലേ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ ഫേസ്ബുക്ക് വഴി തന്നെ, നമ്മുടെ പേജ് വഴി തന്നെ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതാണ്.